ഈ പൊന്നാനിക്കാർക്കെന്ന് പറഞ്ഞാലേ ഇപ്പം മുട്ടപ്പത്തിനോട് ഭയങ്കര ത്രില്ലാണായിരിക്കുന്നത്. പൊന്നാനിക്കാർ മാത്രമല്ല, ഇപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ മുട്ടപ്പത്തിരി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസമായിരിക്കണം. പണ്ടേ ഉള്ള കടിയാണ് മുട്ടപ്പത്തിരി, പക്ഷെ ഇത്ര ഒരു ഇതുണ്ടായിരുന്നില്ല മുട്ടപ്പത്തിരിനോട്. അപ്പം അങ്ങനെ പണ്ട് ഞങ്ങൾ നോമ്പറക്കാൻ 5 തരം കടി വേണം. പക്ഷെ ഞങ്ങളെ വാപ്പ ഈ അങ്ങാടിക്കരി എന്ന് പറയുന്നത് അങ്ങനെ പറയും. ഈ അങ്ങാടിക്കരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പലഹാരത്തിനോട് ഭയങ്കര ഒരു പ്രിയമുള്ള ആൾക്കാരാണ്. അത് ചോറന്ന് വളരെ കുറവാകും വയ്ക്കുക. രാത്രിയും പലഹാരവും ഒക്കെ ഇങ്ങനെ കൂടുതലും പലഹാരങ്ങൾ തന്നെയാണ് അവിടെ ഇങ്ങനെ ഇതാക്കട്ടെ. അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കട്ടെ പിന്നെ 5 തരം കടി എന്തായാലും ഉണ്ടാവും നോമ്പറക്കന്നെ. അപ്പോൾ ആദ്യമല്ല ആരും കുട്ടികളല്ല, കുറേ കുട്ടികളും ഉണ്ടാവുമല്ലോ. നമ്മൾ മാത്രമല്ല മറ്റുള്ള കുട്ടികളും ഒക്കെ ഉണ്ടാവുമല്ലോ നോമ്പറക്കാൻ. അപ്പം ആദ്യം ചെന്ന കിട്ടക്കടം തന്ന മുട്ടപ്പത്തിരി ഒരു കയ്യിൽ കൊടുക്കും. എന്നിട്ട് മറ്റുള്ള അതുള്ള അന്ന് പാലടൊക്കെ കൃത്യമായിട്ടുണ്ടാവും. മധുരമുള്ള കടികളാണ് കൂടുതലും ഉണ്ടാവും. ഇപ്പോഴത്തെ അത്രയുള്ള എരിവ് തന്നെ ആകെ സമൂസ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സമൂസ, മസാലട, അങ്ങനെ ഉള്ളിവട, ഇപ്പോഴത്തെ ഈ മോഡൽ ബ്രെഡ് കടികളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ആ കാലത്ത് നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ ആദ്യം മുട്ടപ്പത്തിരി കയ്യിൽ ഇങ്ങനെ പിടിക്കും. അന്നത്തെ മുട്ടപ്പത്തിരി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഉഴുന്ന് കൂട്ടിയിട്ടുള്ള മുട്ടപ്പത്തിരിയാണ്. അന്ന് എന്ന് പറഞ്ഞാൽ ഉഴുന്നൊന്നും കൂട്ടില്ല. അപ്പം കുറച്ച് കടിച്ചാലിങ്ങനെ ഉറപ്പൊക്കെ ഉണ്ടാവും. അപ്പം ഇപ്പം ഇന്ന് നോമ്പല്ലേ, അപ്പം നോമ്പറക്കാൻ മുട്ടപ്പത്തിരി വെച്ചപ്പോൾ ഒരു ഓർമ്മ. ഇപ്പോഴാണ് 3 തരം കടി കൊണ്ട് ഇട്ടിരിക്കുന്നത്. അന്നൊക്കെ 5 കടി എങ്ങനെ ആയാലും നോമ്പറക്കാൻ തന്നെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ ആ ബാക്കിയ കടിയാണ് നമ്മൾ മുത്തായത്തിന് കണ്ടെടുക്കുക. അപ്പോൾ മുത്തായത്തിന് എടുക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ ആ ബാക്കി ഉണ്ടെങ്കിൽ തന്നെ എടുക്കുക. അതിലെടുക്കുക ആരൊക്കെ വന്ന് അവർക്കൊക്കെ അതും ആവും. അപ്പോൾ ഈ മുട്ടപ്പത്തിൻ്റെ കഥ നല്ല എപ്പോഴും പല രസത്തിലും കഥകളുള്ള കഥയാണ് മുട്ടപ്പത്തിരി. അപ്പം മുട്ടപ്പത്തിരി കുട്ടികൾക്ക് രസമാണേ. നമ്മൾ അന്നൊക്കെ അയൽവാസികൾക്കും നമുക്ക് കൊടുക്കാനുണ്ടാവും. എന്താണ് എടോ നിങ്ങളോട് എന്താണെന്ന് ഉണ്ടാക്കിയേക്കണേ അന്നത് ഉണ്ടാക്കിയാലും വേണ്ടിയില്ല. അപ്പം ഈ തമ്മിൽ ഈ അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന കാരണം എന്താണെന്നാ ഈ കടികൾ തോന്നാവും. അവിടെ ഉണ്ടാക്കുന്ന കടിയാവില്ല ചിലപ്പോൾ നമ്മളോട് ഉണ്ടാക്കുന്ന കടിയാവില്ല അവരോട് ഉണ്ടാക്കി. പിന്നെ ഞങ്ങളിവിടെ പുത്തകത്തിൻ്റെ കാവാകണം അവിടെയൊക്കെ നല്ല രസമാണ്. ഈ ചിറ്റി വാങ്ങി ഈ അയൽവാസികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടും പോയിട്ട് പിടിച്ചിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഒരു 5-6 കുടിക്കാരുണ്ട്. അവർ ശരിക്കും നിങ്ങൾക്ക് കടി എന്താണ് അങ്ങനെ കടി. അപ്പം ഒരു ഉമ്മക്കെ നേരത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും. അപ്പം തോനെ കടികൾ തന്നെയായി. പണ്ടൊക്കെ ആയിരുന്നു പിന്നെ ഈ കടികൾ ഇതൊക്കെ ഒരു ഹരം. ഇപ്പൊ കടികളൊന്നും അത്ര ഇല്ല. ഇപ്പോഴത്തെ അന്ന് പിന്നെ വായിക്കാൻ നിറച്ചതായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഉന്നക്കായി വളരെ ഉന്നക്കായി. പക്ഷെ അതൊക്കെ ഇങ്ങനെ പുതിയാപ്പിളാരൊക്കെ ഇങ്ങനെ സെറ്റപ്പായിട്ടുണ്ടാവില്ലേ അവിടേക്കാണ് അതും പഠിച്ചോനെ. അന്ന് മിക്സില്ലാത്ത കാലല്ലേ. അമ്മിമട്ട് അരച്ചാൽ അന്നത്തൊക്കെ കുറേ കഥകൾ നല്ല രസമാണ്. അമ്മിമട്ട് അരക്കൂട്ടാ. അമ്മിമട്ട് അരച്ചാൽ ഈ പഴം അങ്ങോട്ട് പോയി ചിലപ്പോൾ അത് ശരിയാവില്ല. അപ്പം ആ കാരണം മിക്കവാറും ആൾക്കാർ പഴം നിറച്ചുണ്ടാക്കുന്നത് പഴം നിറക്കും. എന്താ ഉന്നക്കായ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. അല്ല എന്ത് രസമാണ് അന്നത്തെ ആ കാലങ്ങളിൽ എന്നൊക്കെ പറഞ്ഞാൽ. ഒരു രസമുള്ള കാലം. ഇപ്പോഴും ഞാൻ 2-3 കൊടുക്കൂട്ടാ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഞങ്ങളെ മുട്ടപ്പത്തിരി റെഡി ആയിട്ടാണ്. ഈ ഒരു പൈനാപ്പിളിൻ്റെ ഒരു പ്രത്യേകത തീരെ മുള്ളില്ല. നല്ല രസമാണല്ലോ, വാസന ഉണ്ടാവില്ല മുള്ളുണ്ടാവില്ല. അപ്പം നമ്മളെ മുട്ടപ്പത്തിരി റെഡി ആയിരിക്കണം. അപ്പം മുട്ടപ്പത്തിരിയിൽ ഇപ്പോൾ കുറേ കഥകളുണ്ടായിരിക്കണം അല്ലേ. മുട്ടപ്പത്തിരും എന്താണ് ബീഫും. പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് ബീഫ് അയക്കണത്.